ഒരു പ്രാവ് സെയിലിനായിട്ടുണ്ട്. ചെറിയൊരു കംപ്ലൈൻറ്റ് മാത്രമുള്ളൂ, വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തൊരു പ്രാവ്. ഒരു സബ്ജിയാണ്. ഏകദേശം 12 മണിക്കൂർ വറക്കണ ഒരു പ്രാവിൻ്റെ കുട്ടിയാണ് കേട്ടോ. ഒരു സബ്ജിയാണ്. ഇതെന്താണ് കംപ്ലൈൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം പറക്കൂല. ഇതിൽ കുഞ്ഞനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നല്ല പറക്കണതിൻ്റെ കൂടെ ഇട്ടുകൊണ്ട് ജോഡി വയ്ക്കാണ്ട് കുഞ്ഞനെ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 12 മണിക്കൂറും 14 മണിക്കൂറൊക്കെ പറഞ്ഞിട്ടും കുഞ്ഞന്മാർ. ഇതിന് ഒരു ചട്ട പൊട്ടിയൊരു കംപ്ലൈൻറ്റ് ആകെ ഉള്ളത്. അപ്പോൾ ഇത് സെയിലിനായിട്ടുള്ളതാണ്. ലാസ്റ്റ് പ്രൈസാണ് 250 ഉറുപ്പ്യാണ് ലാസ്റ്റ് പ്രൈസ് ഇതില്ല. അപ്പോൾ വേണ്ടിയൊരു ഞാൻ നമ്പർ ക്യാപ്ഷൻ ചെയ്ത് കൊടുക്കാം. വേണ്ടിയൊരു ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥലം പറഞ്ഞന്ന് ഓർക്ക് കൊണ്ടുപോകട്ടോ. ഓക്കെ, ഇതാ കംപ്ലൈൻറ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടൊരു ചെരിഞ്ഞുള്ള വർക്കർ തീരെ വർക്കായൊന്നുമില്ല. ഇതിൻ്റെ കുഞ്ഞനാക്കി കണ്ടാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് പറന്ന് കിട്ടും. അത് പേടിക്കണ്ട, നല്ല പറക്കുന്ന ഒരു പ്രാവാണ്. അതിൻ്റെ ചട്ട കംപ്ലൈൻ്റ് ആയി പോയതാണ് കേട്ടോ. നമ്മുടെ അടുത്ത് ഇവിടെ ഒരു പ്രാവ് നെക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പാകിസ്ഥാനി വീടും സബ്ജിയും കൂടി നമുക്ക് നെക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പിന്നെ നമ്മളെ റോക്കിനെ എല്ലാവരും ഉള്ള കൂട്ടത്തിൽ ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഉള്ള കൂട്ടിലാണ് ഇപ്പോൾ റോക്കി ഇറക്കുന്നത് കേട്ടോ. റോക്കീൻ്റെ ഒരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരാൾ ചെറുതായിട്ടൊക്കെ പറഞ്ഞു തുടങ്ങി. നമ്മൾ റോക്കി അത് ചാടിപ്പോണം. ഇത് ചാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല കേട്ടോ. ഇവൻ്റെ ഒരേ ഒരു കുഴപ്പം അതാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഏകദേശം ഫിൻസൊക്കെ വന്ന് കുഴപ്പമില്ലാത്ത മാതിരി ആയിക്കണം. പിന്നെ നമ്മുടെ അടുത്ത് വെച്ചാൽ അപ്പോൾ ഈ പ്രാവിന് വേണ്ടിയൊരു ഞാൻ പറഞ്ഞ നമ്പറിൽ വിളിച്ചാൽ മതിട്ടാണ്. ഞാൻ അടിയിൽ ക്യാപ്ഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ.